എല്ലാവർക്കും നമസ്കാരം. സഞ്ചാരി അമ്മയുടെ ബാക്കുവിലെ ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാക്കുവിലെ ഡേ 4 യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇന്നൊരു ഗ്രൂപ്പ് ടൂറാണ്. അപ്പോൾ എന്നെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യാൻ അവർ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ ഓഫീസിൻ്റെ അടുത്തുനിന്ന് എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് പോകും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഡ് വോൾക്കാനോ, ഫയർ ടെമ്പിൾ, ഗോബസ്ഥാൻ, ഈ ഏരിയയൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ എല്ലാവരെയും ഞാൻ എൻ്റെ കൂട്ടുന്നു. പോകാം. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്ത് ഇവർ ടൂർ ഓഫീസിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇതാണ് അയ്നൂർ. ഇവരാണ് എൻ്റെ ടൂർ കോർഡിനേറ്റർ. ഇവരാണ് എല്ലാ സഹായങ്ങളും ഈ ബാക്കു യാത്രയ്ക്ക് വേണ്ടി ചെയ്തിരുന്നത്. നല്ല ട്രാവൽ ഏജൻസി ആയിരുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസിയാണിത്. ടെസ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ്. അവരുടെ ഓഫീസ് ഇരിക്കുന്നത് തന്നെ ഓൾഡ് സിറ്റിയിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ. ആക്ച്വലി ഇവിടെ നടക്കുമ്പോൾ ഏതോ ഒരു യൂറോപ്യൻ കൺട്രിയിൽ കൂടെ നടക്കണം മാതിരിയുണ്ട്. ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ, beautiful roads, beautiful buildings. ശരിക്കും ഒരു യൂറോപ്യൻ ഫീൽ. ഷോപ്സൊക്കെ ഇപ്പോൾ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഓരോരുത്തർ എടുത്ത് വെക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ഇന്നത്തെ ടൂറിനുള്ള ആൾക്കാർ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അവിടുത്തെ വ്യൂ. ഞാനിപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ്. ഇതിപ്പോൾ ഓപ്പണായി വരുന്നേ ഉള്ളൂ. പുള്ളിക്കാരനോടെ ഫുൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. Mironov, this Nikolin, this Ostrovskaya. Okay, These actors. Actors, okay. Oh, okay. Jimmy. You have seen Indian films? Yes, So... Indian films and Indian song very good. Oh. Who is your favorite actor in? Shah Rukh Khan. Oh my God. Yes. You know them also. Oh my God. Really amazing. Very good film. പുള്ളിക്കാരന് ഹിന്ദി ഫിലിം ആക്ടേഴ്സിനൊക്കെ നല്ലോണം അറിയാം. പണ്ടത്തെ ആൾക്കാരെയും ഇപ്പോഴത്തെ ആൾക്കാരെയും. ഷാറുഖ് ഖാൻ്റെ ഒക്കെ ഫാനാന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ. ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് കടേൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഓ, യു ഹാവ് സോ മെനി ഹിയർ ഓൾസോ. Handmade means what material? This paint. Painting, Yes, okay. paint. Oh. Once more, Salam India. Salam India. അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അങ്കിളിൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങി. അങ്ങനെ വീണ്ടും ഈ സ്ട്രീറ്റിൽ കൂടെ നടത്തം തുടരുകയാണ്. ആക്ച്വലി രാവിലെ ആയിരുന്നു എത്തിയോണ്ട് അധികം ഷോപ്സൊന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരും തുറന്നു വരുന്നേ ഉള്ളൂ. ഈ തൊപ്പി ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ്. ഇവിടുത്തെ ബിൽഡിങ് കാണാൻ തന്നെ പഴമയും പുതുമയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ടൂർ തുടങ്ങാൻ പോവാണ്. ഇവരുടെ ജർമ്മൻസാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇതാണ് കേട്ടോ ബാക്കുവിലെ ഓൾഡ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ് കവാടം. ഇതിനെ ഡബിൾ ഗേറ്റ് എന്നാണ് പറയുന്നത്. പഴമയും പുതുമയൊക്കെ കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഇന്നത്തെ ടൂർ ഗൈഡ് ഇദ്ദേഹമാണ്.
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറ സൈഡും ഇപ്പുറത്തെ സൈഡും ഒക്കെ കൂടി. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിതിങ്ങനെ അയാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലുള്ള ചില സ്ഥലങ്ങൾ ഇദ്ദേഹം പറയുന്നത് നമ്മളെന്തായാലും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ ആ സ്ഥലങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മഡ് വോൾക്കാനോ കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടം വരെ വണ്ടി പോവില്ല. അപ്പോൾ നമ്മളിനി ഈ ലാഡാക്ക് കാറിലാണ് അവിടെ വരെ പോകാൻ പോണത്. അപ്പോൾ നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇതിലേക്ക് കയറി അങ്ങോട്ട് യാത്ര പോവാം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലാഡാക്ക് കാറിൽ കയറുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഈ വണ്ടിയിൽ കയറാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ലാഡാക്കാറ്. ഇതൊന്നും ഒരു ഏരിയ ഫുൾ, ഈ ഭാഗത്തൊക്കെ ഫുൾ ലാഡാക്കാറാണ്. ടൗണിൽ അത്രയൊന്നുമില്ല, ബട്ട് ഈ സ്ഥലത്തൊക്കെ ഫുൾ ലാഡാക്കാറാണ്. പുലിയാണ് കേട്ടോ അവൻ, പറക്കണ പുലി, നല്ല സൂപ്പർ. എനിക്ക് തോന്നുന്നു ജീപ്പിനെ പോലെ തന്നെ നല്ലതായിട്ട് കുറച്ച് ഇരിക്കാൻ കുറച്ച് കുഴിഞ്ഞിരിക്കണം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര കുതിര പാച്ചിലാണ്. അങ്ങനെ നമ്മൾ മഡ് വോൾക്കാനോൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഗോബസ്റ്റാൻ 6 കിലോമീറ്റർ മാത്രം അകലെയാണ്. മഴ ഉള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് സണ്ണി ആയിട്ടുള്ള ദിവസം മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇതൊരു ഓഫ് റോഡാണ്. അപ്പോൾ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ. അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. Eruption, there's not a very high gas pressure, and there's so much natural gas. I work there not for oil, for gas. You can see this natural phenomenon in 4 places in the world. It's one of them. After in Russia, Kamchatka, and USA, Wyoming, Yellowstone Park, and Iceland. But all 3 places, geyser technology for high temperature of lava. Here no gas pressure, because they're only place in the world. But it's cold. Today temperature 10-12 degrees. You can't touch this one. Very cold. And guys, you can see fresh oil. Color of oil is not black, brown. But the sun rays, reaction with oxygen and it will be black. It will have little bit salt. Guys, I didn't say in Baku City every single day earthquakes. Every single day. But you don't feel it. Now you understand why. Under Baku City, 26 kilometers clay. And you know, earthquake is a sound wave. Frequency 6 Hz. Stormberg or something, but not clay. In 2026 November, in Baku was earthquake, magnitude 7.6. More than Turkey last February. Nobody died, nothing destroyed. In Turkey, 50,000 people. Why? Under Turkey looks stone. Here clay. Okay guys, let's take a ലോകത്തിൽ 700 വോൾക്കാനോ ഉള്ളതിൽ 350 അസർബൈജാനിലാണ് ഉള്ളത്. വോൾക്കാനോ ഇറപ്ഷൻസിൻ്റെ റോ മെറ്റീരിയൽ, ഫാർമക്കോളജി,
കൺസ്ട്രക്ഷൻ, കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. They are from India, not from Denmark. ആക്ച്വലി ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന മാതിരി. സത്യം. അങ്ങനെ മഡ് വോൾക്കാനൊക്കെ കണ്ട് അന്തം വിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മളീ പോണത് ഗോബുസ്ഥാൻ റോക്ക് ആർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി സ്റ്റാർട്ടിങ് തന്നെ നല്ല ഭംഗിയുള്ള റോക്സൊക്കെ കാണാം കേട്ടോ. ഇനി നമുക്ക് മുകളിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഗോബുസ്ഥാൻ റോക്ക് ആക്ച്വലി യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കിനി ഉള്ളിലേക്ക് ചെന്നിട്ട് ഒട്ട കാഴ്ച കാണാം. So guys, do you remember I told about it? This place was under Caspian Sea. Now you can see fish houses, fish living there. Now we are walking by the seabed, but 5 million years ago. You can see shelves. Please. Ben boş oldum 6. gün geldim. Look, this place found one shepherd in 1936, but archaeological work started after the Second World War. From 1968, landscape under UNESCO protection. From 2007, this World Heritage of UNESCO. Now you can see holes, we understood, here wasn't water. Holes for collecting rainwater. 10 days ago here was very hard rain, you can see now. Not so deep, but it was very hard work, stone by rock, no tools in those times. Just stone or obsidian. And you can see they were very smart, you can see channels for collecting water. And everywhere guys, today you will see these numbers. These numbers from 1968, our archaeologists prepared for UNESCO Commission. Please follow me. Я не спрашиваю, что вчера. Now you can see picture of a camel. This one, legs, horn, single horn camel dromedary. Now they don't live in Azerbaijan. They live in Gulf countries, for example Dubai. Here Bactrians, 200 camels, but they live here. This one's a level of Caspian Sea, but 5 million years ago. Now you are walking by the seabed, but 5 million years. And on the right you can see white buildings complex. This one the only prison in Azerbaijan for lifetime prisoners. In Azerbaijan no death penalty from 1993. And ladies and gentlemen, you can see sea level, seabed, prison, and you can see now monument of you. Now you can see on front of us two big bulls with horse. Today you will see especially so many bulls, because bulls were domestic animal, people hunted. This one, some ritual. And I will say 5,000 years, 7,000. This one result of radioisotope analysis. They are not correct. Error can be 1,000-2,000 years. Many times tourists asking me why these pictures kept so good. First time I was here in 1976, we came from school. In those times we were close to climbing place. Today you have seen and you will see so many pictures. All of them were inside caves, beautiful with lamps. In 2012 they took many rocks. Today you will see like one gallery, it was so. Now they are keeping those chemicals guys, please be careful. Don't touch, maybe allergic reaction, okay? By the way, look at that guys, you can see this tree, red fruit, this one, pomegranate, white pomegranate. Harvest in October.
also is subtropical fruit. Now you can see pictures of horses. Lady Gibbons, please come here. First, second, third, and other. So many horses. Very proportional. This is not kid pictures, but they are the youngest picture of landscape. 3000 BC from our days, 5000 years. Horses. But this picture not so young. I mean this full hunting set, guys. Come close. At first you can see a boar, wild pig. You see? Or not? After running dog. Head, eyes, nose, legs, tail. Do you see or not? And here was hunted. Now I can just one arm. Guys, again, look at it. You can see this rock broken. If here will be a little bit earthy, this place will close because they are outside now pictures. And you know, young guys, for you, you can understand this rock was under seawater. You can see fish houses. You remember I told about it. And now, please come here. On there, right? You can see two big bulls. Pictures of human, a horse, a bird. On the left, you can see a boat. Guys, this one is very interesting. But please look at the up. You can see sea wave lines. Caspian Sea left split not only between two lines, 8 to 10,000 years. Now Caspian Sea in 600 years. By the way, guys, now we are in 106 meters from Caspian Sea. But you know, Caspian Sea, second low sea in the world, after Dead Sea in Israel. Dead Sea minus 400, Caspian Sea 27, but not now. Last 32 years, Caspian Sea became measureless every year. Now, not 27 meters, 29. Now we are in 106 meters from Caspian Sea, but from world zero, we are in 78 meters. By the way, guys, where is world zero? Time zero, you know, Greenwich Observatory. But where is sea level zero? Which country? Baltic Sea, Finnish Bay. This one, world zero. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. എൻ്റെ സൗണ്ട് എത്രമാത്രം ഓഡിബിളാണെന്ന് അറിയില്ല. കാറ്റുണ്ട്, കാണാം. ഇവിടെ മുന്നേ കടലായിരുന്നു എന്നാണ് പറയുന്നത്. കാസ്പിയൻ സീ ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ വരെ. അതിൻ്റെയൊക്കെ മാർക്സ് ആ റോക്സിൽ കാണാം. ഇതോടുകൂടി ഡേ 4ൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ 2 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പോവാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.